കന്നുകാലി കശാപ്പ് നിരോധിച്ച കേന്ദ്ര നടപടിയോടെ സിംഹവും പുലിയുമെല്ലാം പച്ചക്കറി കഴിക്കേണ്ട ഗതികേടിലാണ് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന തമാശ. എന്നാൽ ഇതൊരു തമാശ മാത്രമല്ല, അല്പം യാഥാർത്ഥ്യവുമുണ്ടെന്നാണ് തിരുവനന്തപുരം മൃഗശാലയിലെ അനുഭവം. മൃഗശാലകളിലെ പുലിക്കും കടുവയ്ക്കുമെല്ലാം കേന്ദ്ര നയം നടപ്പിലായാൽ ദോശയും ചമ്മന്തിയും വിതരണം ചെയ്യേണ്ടി വരുമെന്നായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച തമാശ. എന്നാൽ തിരുവനന്തപുരം മൃഗശാലയിലെ ജീവനക്കാർക്ക് ഇതത്ര തമാശയായി തോന്നുന്നില്ല. കാരണം പ്രതിദിനം 130 കിലോ മാട്ടിറച്ചിയാണ് മൃഗശാലയിൽ ആവശ്യമായുള്ളത്. പുറം കരാർ നൽകിയാണ് മാട്ടിറച്ചി മൃഗശാലയിലേക്ക് എത്തിക്കുന്നത്. കന്നുകാലി കശാപ്പ് നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടി മൃഗശാല നടത്തിപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് ജീവനക്കാർ പങ്കുവയ്ക്കുന്നത്. മാട്ടിറച്ചി ലഭിക്കാതെ വന്നാൽ സിംഹവും പുലിയും ഉൾപ്പെടെയുള്ള മാംസാഹാരികൾക്ക് എന്ത് ഭക്ഷണം നൽകുമെന്ന് ജീവനക്കാർ ചോദിക്കുന്നു. നിലവിൽ ബീഫാണ് ഇവിടുത്തെ ഹിംസ്ര ജന്തുക്കൾക്ക് ഭക്ഷണമായി നൽകുന്നത്. ഒരു കടുവയ്ക്ക് 7 കിലോ, സിംഹത്തിന് 7 കിലോ, അതുപോലെ പുള്ളിപ്പുലിക്ക് 3 കിലോ എന്ന ക്രമത്തിലാണ് ഇവിടെ ബീഫ് നൽകുന്നത്. ഒരു ദിവസം ഏകദേശം 130 കിലോളം ബീഫാണ് ഇവിടുത്തെ മൃഗങ്ങൾക്ക് വേണ്ടി ആവശ്യമായി വരുന്നത്. കോഴിയിറച്ചിയും ആട്ടിറച്ചിയും ഉൾപ്പെടെയുള്ള മറ്റു മാംസങ്ങളോട് വന്യമൃഗങ്ങൾക്ക് താല്പര്യം കുറവാണെന്ന് ജീവനക്കാർ അഭിപ്രായപ്പെടുന്നു. പുതിയ ആഹാര രീതിയോട് മൃഗങ്ങൾ ഇണങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും ജീവനക്കാർ പറയുന്നു. സിംഹം, കടുവ, പുലി, ഊളൻ ഇവർക്കൊക്കെയാണ്, കൂമൺ ഇവർക്കൊക്കെയാണ് ബീഫ് കൊടുക്കുന്നത്. അടുത്ത എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് അടുത്ത് പഠിപ്പിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. താരതമ്യേന വില കൂടിയ കോഴിയിറച്ചിയും ആട്ടിറച്ചിയും മൃഗശാല നടത്തിപ്പിലെ ചിലവ് വലിയ തോതിൽ വർദ്ധിപ്പിക്കും. ഏതായാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കും പോലെ ഇഡലിയും സാമ്പാറും കഴിക്കേണ്ടി വരില്ലെങ്കിലും കേന്ദ്ര നയം തുടർന്നാൽ ഇഷ്ടഭക്ഷണം മൃഗശാലയിലെ പുലിയും സിംഹവുമൊക്കെ മറക്കേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. ക്യാമറമാൻ സി വിനോദിനോടൊപ്പം PG പ്രബോധ്, News 18 തിരുവനന്തപുരം.